പീരിയോഡിക് ടേബിളിൻ്റെ ഏറ്റവും പുതിയ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാന്തനൈഡ് ആൻഡ് ആക്ടിനൈഡ് എന്ന ടോപ്പിക്കാണ്. ഇവിടെ ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ കുറച്ച് കോമൺ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്, സ്പെക്ട്രൽ ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്, ഷിഫ്റ്റ് റിയേജൻസ് പറയുന്നുണ്ട്. സോ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഓഫ് എലമെൻസിനെയും അതിൻ്റെ കുറേ പ്രോപ്പർട്ടീസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, തുടങ്ങാം. ഫസ്റ്റ് നമുക്കൊരു പ്രയർ ഇൻഫർമേഷൻ ആയിട്ട് പീരിയോഡിക് ടേബിളിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, അറിയാം എന്നറിയാം, എങ്കിൽ കൂടിയും ഒരിക്കൽ കൂടി നമുക്ക് പരിചയപ്പെടാം. പീരിയോഡിക് ടേബിൾ നമുക്കറിയാം 118 എലമെൻറ്റ്സ് ഉണ്ട്. 18 ഗ്രൂപ്പുകളായിട്ടും 7 പീരീഡുകളുമായിട്ടുമാണ് പീരിയോഡിക് ടേബിളിനെ തരംതിരിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും 4 ബ്ലോക്കുകളുണ്ട്. ഏതൊക്കെ ബ്ലോക്കുകളാണ്? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. നമുക്ക് പീരിയോഡിക് ടേബിൾ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് എ മോഡേൺ പീരിയോഡിക് ടേബിൾ. ഈ പീരിയോഡിക് ടേബിൾ ഞാൻ പറഞ്ഞു 18 ഗ്രൂപ്പുകളായിട്ടാണ് എലമെൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 18 ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ ബൈ ഗ്രൂപ്പ്? ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ കോളംസ് ആർ കോൾഡ് ഗ്രൂപ്പ്. വെർട്ടിക്കൽ കോളംസിനെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ് എന്ന്. ആൻഡ് ദ ഹൊറിസോണ്ടൽ റോസ് ആർ കോൾഡ് പീരീഡ്സ്. ഹൊറിസോണ്ടലായിട്ടുള്ള റോസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പീരീഡ്സ്. സോ 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളും അടങ്ങുന്നതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ. ഈ പീരിയോഡിക് ടേബിളിലെ ഓരോ ഗ്രൂപ്പിനും ഓരോ പേരുകളുണ്ട്. ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് ആൽക്കലി മെറ്റൽസ്, ദ സെക്കൻഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ആൻഡ് ഫ്രം 3rd to 12th ഗ്രൂപ്പ്സ് ആർ നോൺ ആസ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്, ആൻഡ് ദെൻ 13th ഗ്രൂപ്പ് ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി, ദെൻ ഹാലജൻസ് ആൻഡ് ഇനേർട്ട് ഗ്യാസസ്. ഇങ്ങനെയുള്ള 18 ഗ്രൂപ്പുകളിലെ എലമെൻറ്റ്സ് ആണ്. ഞാൻ പറഞ്ഞു 4 ബ്ലോക്കുകളായിട്ട് തരംതിരിക്കാം. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പുകളെ ഒരുമിച്ച് ചേർത്ത് വിളിക്കുന്ന ബ്ലോക്കിൻ്റെ പേരാണ് എസ്. ദാറ്റ് മീൻസ് ആൽക്കലി മെറ്റൽസ് ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഒരുമിച്ച് ചേരുന്നതാണ് എസ് ബ്ലോക്ക്. ആൻഡ് ദ സെക്കൻഡ് വൺ 13 ഗ്രൂപ്പ് മുതൽ 18th ഗ്രൂപ്പ് വരെ, 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെ എലമെൻസിനെ കൂടിച്ചേർത്ത് വിളിക്കുന്ന പേരാണ് പി ബ്ലോക്ക്. എന്താണ്? പി ബ്ലോക്ക്. സോ എസ് ബ്ലോക്ക് കഴിഞ്ഞു, പി ബ്ലോക്ക് കഴിഞ്ഞു. ദെൻ ഇതിന് നടുക്കുള്ള 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലെ എലമെൻസ് ആണ് എന്ത്? ഡി ബ്ലോക്ക് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻസ് എന്നും അറിയപ്പെടാറുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇറ്റ് ഈസ് നമ്മുടെ ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സ് ബിലോങ്സ് ടു എഫ് ബ്ലോക്ക്. സോ നമ്മൾ പഠിക്കുന്നത് ഈ എഫ് ബ്ലോക്കിനെ കുറിച്ചാണ്. ഈ എഫ് ബ്ലോക്കിലെ ഇങ്ങനെ നീളത്തിൽ കിടക്കുന്ന ഈ എലമെൻസുകളും അവരുടെ പ്രത്യേകതകളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ? സോ പീരിയോഡിക് ടേബിൾസിൻ്റെ ക്ലാസിഫിക്കേഷൻ: എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് ദ ലാസ്റ്റ് വൺ എഫ് ബ്ലോക്ക്. എഫ് ബ്ലോക്കിലെ ലാന്തനൈഡ്സിനെയും ആക്ടിനൈഡ്സിനെയും കുറിച്ച് നമുക്ക് കൂടുതലായി പരിചയപ്പെടാം. ഓക്കെ, സോ ലാന്തനൈഡ്സ് എന്താണ്? ലാന്തനൈഡ്സ് എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറയാം, ലാന്തനൈഡ്സ് ആർ ദ എലമെൻറ്റ്സ് വിച്ച് കൺസ്റ്റിറ്റ്യൂട്ട് എ ഡിസ്റ്റിങ്ക്ട് സീരീസ് ഓഫ് 14 എലമെൻറ്റ്സ് ഫ്രം സീറിയം ടു ലുട്ടേഷ്യം. ലുട്ടേഷ്യമാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. സോ ലാന്തനൈഡ്സ് എന്ന് പറയുന്നത് 14 എലമെൻറ്റ്സ് ഫ്രം സീറിയം അറ്റോമിക് നമ്പർ 58 ടു ലുട്ടേഷ്യം അറ്റോമിക് നമ്പർ 71. 58 മുതൽ 71 വരെയുള്ള ആ 14 മൂലകങ്ങളെ വിളിക്കുന്ന പേരാണ് ലാന്തനൈഡ്സ്. ഏത് ബ്ലോക്കാണെന്ന് നമ്മൾക്കറിയാം. ഏത് ബ്ലോക്കാണ്? യെസ്, ഇറ്റ്സ് ഇൻ എഫ് ബ്ലോക്ക്. ഓക്കെ, and the lanthanides are also called inner transition elements. ലാന്തനൈഡ്സിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു, അതിനെ വിളിക്കുന്നു ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. മലയാളത്തിൽ അന്തസംക്രമണ മൂലകം എന്നാണ് പറയുന്നത്. ഡി ബ്ലോക്ക് എലമെൻസിനെ സംക്രമണ മൂലകമെന്നും എഫ് ബ്ലോക്ക് എലമെൻസിനെ അന്തസംക്രമണ മൂലകം
അല്ലെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആയിട്ടുള്ള ലാന്തനൈഡ്സിനെയും ആക്ടിനൈഡ്സിനെയും ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് അറിയപ്പെടുവാൻ കാരണം? ശ്രദ്ധിക്കുക. ബിക്കോസ് ദീസ് എലമെൻറ്റ്സ് succeed lanthanum, the element of group 3, and lie between it and hafnium, the element of group 4. Both belongs to the third transition. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ലിസൺ ഹിയർ, ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സ് എന്ന് പറയുന്നത് എന്താണ്ട് ഈ റീജിയനിലായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഹിയർ ഇറ്റ് ഈസ് ലന്താനം ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ആക്ടീനിയം. സോ ഈ ലന്താനത്തിനും ഈ ഹോഫ്മിയത്തിനും ഇടയിലായിട്ടാണ് ആ 14 മൂലകങ്ങൾ ഉള്ളത്. ഈ ആക്ടീനിയത്തിനും ഈ റുദർഫോർഡിയത്തിനും ഇടയ്ക്കാണ് അടുത്ത 14 എലമെൻറ്റ്, ആക്ടിനൈഡ്സ് എന്ന് പറയുന്ന 14 എലമെൻറ്റ്സ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ സ്ഥിതി ചെയ്യുമ്പോൾ നമ്മുടെ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടുമെന്നുള്ള ഒരു കൺസെപ്റ്റ് കാരണമാണ് ആ എലമെൻസിനെ എടുത്ത് താഴേക്ക് 2 റോ ആയിട്ട് എഫ് ബ്ലോക്ക് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആയിട്ടുള്ള ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും ട്രാൻസിഷൻ സീരീസ്, ഇത് ഇത്രയും വിളിക്കുന്ന ഡി ബ്ലോക്ക് എലമെൻസിനെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. സോ ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ ഉള്ളിലായിട്ടാണ് കാണപ്പെടുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിച്ചത്? ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിച്ചത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് പഠിക്കുവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഷുവറായിട്ടും ഉണ്ടായിരിക്കും. അപ്പം പഴയ പോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെങ്കിൽ കൂടിയും 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല ഇപ്പോൾ പുതിയതായിട്ട് വരുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെയെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് ഡെഫിനിഷൻസ് അതുപോലെ തന്നെ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ, സോ ഹിയർ ഇന്നർ ട്രാൻസിഷൻ എന്ന് വിളിക്കുവാൻ കാരണം പറഞ്ഞു. എന്താണ് ഇന്നർ ട്രാൻസിഷൻ എന്ന് പറയുന്നത്? ട്രാൻസിഷൻ എലമെൻസിൻ്റെ ഉള്ളിലായിട്ടാണ് ആര് കാണപ്പെടുന്നത്? നമ്മുടെ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് കാണപ്പെടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിച്ചത്? ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിച്ചത്. Okay, so here ഒന്നുകൂടെ നമുക്ക് പറയാം. Lanthanides are also called inner transition elements because these elements succeed lanthanum, the element of group 3. ഗ്രൂപ്പ് 3-ലുള്ള ലന്താനത്തിന് ശേഷം ലൈൻ ബിറ്റ്വീൻ ആൻഡ് ഹാഫ്മിയം, ഹാഫ്മിയത്തിൻ്റെ ലന്താനത്തിൻ്റെയും ഇടയിലായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? സംശയമുണ്ടോ? ഇല്ല. സോ next topic, it is the 14 lanthanide elements. അതിനു മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. 2 പോയിന്റുകളുണ്ട്. ഇറ്റ് ഈസ് ലാന്തനൈഡ്സും ഉണ്ട്, ലാന്തനോയിഡ്സും ഉണ്ട്. ലാന്തനൈഡ്സും ഉണ്ട്, ലാന്തനോയിഡ്സും ഉണ്ട്. So you must understand the difference between lanthanides and lanthanoids. രണ്ടിൻ്റെ ഡിഫറൻസ് വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. ലാന്തനൈഡ്സ് എന്ന് പറഞ്ഞാൽ the 14 elements comes after lanthanum to lutetia. ഓക്കെ, ലന്താനത്തിന് ശേഷം വരുന്ന 14 എലമെൻറ്റ്സ് ടു ലുട്ടേഷ്യം വരെയുള്ള 14 എലമെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ലാന്തനൈഡ്സ്. എന്നാൽ ലാന്തനോയിഡ്സ് എന്ന് പറഞ്ഞാൽ ലന്താനവും കൂടെ ചേർത്ത് 15 എലമെൻറ്റ്സിനെ. ഓക്കെ, ദ 15 എലമെൻറ്റ്സ് ഫ്രം ലന്താനം ടു ലുട്ടേഷ്യം. ഓക്കെ, ദാറ്റ്സ് എ സ്മോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ലാന്തനൈഡ്സ് ആൻഡ് ലാന്തനോയിഡ്സ്. 14 എലമെൻറ്റ്സിനെ, ലന്താനത്തിന് ശേഷം വരുന്ന 14 എലമെൻറ്റ്സ് ആണ് പറയുന്നതെങ്കിൽ അവരെ ലാന്തനൈഡ് എന്നും, ലന്താനം കൂടി ചേർത്ത് 15 എലമെൻറ്റുകളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിനെ ലാന്തനോയിഡ്സ് എന്നുമാണ് പറയുന്നത്. ലൈക്ക് ദ സെയിം ആക്ടിനൈഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് സെയിം ആണ്. ആക്ടീനിയത്തിന് ശേഷം വരുന്ന 14 എലമെൻറ്റ്സ് ആണെങ്കിൽ അതിനെ ആക്ടിനൈഡ്സ് എന്നും, വിത്ത് ആക്ടീനിയം, ഫ്രം ആക്ടീനിയം ടു ലോറൻഷ്യം ആണ് എങ്കിൽ അവരെ ആക്ടിനോയിഡ് എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ,
യെസ്. സോ നമുക്ക് ലാന്തനൈഡ് എലമെൻസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ലാന്തനൈഡ് എലമെൻറ്റ്സ്. സോ ലാന്തനൈഡ് എലമെൻറ്റ്സ് വളരെ സിമ്പിളായിട്ട് നമുക്ക് കോഡ് വെച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എലമെൻസിനെ വളരെ നല്ല രീതിയിൽ പരിചയപ്പെട്ടിരിക്കണം. എല്ലാ എലമെൻസിൻ്റെയും ദെൻ അവരുടെ അറ്റോമിക് നമ്പർ, ദെൻ അവരുടെ ഇൻഡിക്കേഷൻ, ഓക്കെ, അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇൻഡിക്കേഷൻ മീൻസ് അവരുടെ സിമ്പൽ. സോ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ലാന്തനൈഡ് ആക്ടിനൈഡിൽ നിന്നും ആൻസർ ചെയ്യാൻ സാധിക്കൂ. സോ ലാന്തനൈഡ്സിലെ 14 എലമെൻസിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ലന്താനം. ആദ്യത്തെയാണ് എന്ത്? ലന്താനം. നെക്സ്റ്റ് വൺ സീറിയം. നെക്സ്റ്റ് വൺ പ്രിസോഡിമിയം. നെക്സ്റ്റ് വൺ നിയോഡിമിയം, പ്രൊമിത്യം, സമേറിയം, യൂറോപ്യം, ഗഡോലിനിയം, then terbium, dysprosium, hafnium, erbium, thulium, ytterbium and lutetium. Then pronunciation പല രീതിയിലും പലരും പറയാറുണ്ട്. ഗഡോലിനിയം, ഗഡോലിനിയം എന്ന് പറയാറുണ്ട്, ഗഡോലിനിയം എന്ന് പറയാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പ്രിസോഡിമിയം, അങ്ങനെ പല പേരുകളാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. സോ യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദി സിംബൽ ഓഫ് ഓൾ ദി എലമെൻറ്റ്സ്. എല്ലാ എലമെൻസിൻ്റെയും സിമ്പിൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. പേര് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, സിമ്പിൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് ലന്താനം, ദെൻ ഇറ്റ് ഈസ് സീറിയം, ലന്താനം, സീറിയം, പ്രിസോഡിമിയം, നിയോഡിമിയം, പ്രൊമിത്യം, സമേറിയം, യൂറോപ്യം, ഗഡോലിനിയം, ടെർബിയം, ഡിസ്പ്രോഷ്യം, ഹോൾമിയം, എർബിയം, ടുലിയം, ഇറ്റർബിയം ആൻഡ് ലുട്ടേഷ്യം. ദീസ് ആർ ദി ലാന്തനൈഡ് എലമെൻറ്റ്സ്. അപ്പോൾ ഒരു പേര് വെച്ച് അല്ലെങ്കിൽ ഒരു കോഡ് വെച്ച് നിങ്ങളുടേതായൊരു കോഡ് യു ക്യാൻ ക്രിയേറ്റ്. നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിയിലൂടെ നിങ്ങൾക്ക് ഒരു കോഡ് വെച്ച് ഇതിൻ്റെ പേരുകൾ പഠിക്കാം. ഞാൻ പഠിച്ച സമയത്ത് ഞാൻ പഠിച്ചത് LA സിപ്ര് ആൻഡ് പിംസും UGD TB ഡൈഹോ FTM YBLU എന്നായിരുന്നു. ഓക്കെ, അതൊരു പാട്ട് പോലെ ആയിരുന്നു ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയ കോഡായിരുന്നു അത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും കോഡുകൾ, ലാന്തനൈഡ് എലമെൻറ്റ്സ് ആയിക്കോട്ടെ, ആക്ടിനൈഡ് എലമെൻറ്റ്സ് ആയിക്കോട്ടെ, കോഡുകൾ രൂപത്തിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാത്തിൻ്റെയും സിമ്പിൾസ് LA സിപ്ര് ആൻഡ് പിംസും UGD TB ഡൈഹോ FTM YBLU. ഓക്കെ, ഈ ഒരു രീതിയിൽ പാട്ട് പോലെ, അതായത് സിമ്പിളാണ്, സിമ്പിൾ വെച്ചാണ് ഞാൻ ഈ കോഡ് പറഞ്ഞിരിക്കുന്നത്. സോ അതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സിമ്പിൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പേരിൽ നിന്നാണ് കോഡ് ഉണ്ടാക്കുന്നതെങ്കിൽ പേരിൽ നിന്ന് സിമ്പിൾ എഴുതാൻ കുറച്ച് ടൈം എടുക്കാമായിരിക്കും. സോ LA സിപ്ര് ആൻഡ് പിംസും UGD TB ഡൈഹോ FTM YBLU ഇങ്ങനെ വേണമെങ്കിലും പഠിക്കാം. ഓക്കെ, സോ ദീസ് ആർ ദ 14 ലാന്തനൈഡ് എലമെൻറ്റ്സ്. ഇതാണ് 14 ലാന്തനൈഡ് എലമെൻറ്റ്സ്. കൃത്യമായിട്ടും അതിൻ്റെ സിമ്പിൾ പഠിച്ചു വെച്ചിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ സിമ്പിൾ വിത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ സിമ്പിൾ കാണുമ്പോൾ നമുക്ക് ആളിനെ മനസ്സിലായില്ല എങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ലാന്തനൈഡ്സ്. ലാന്തനൈഡിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഐ തിങ്ക് ഇതത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആവുമെന്ന് തോന്നുന്നില്ല. സോ എനിവേ ജസ്റ്റ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. സീറിയം, ഒന്നാമത്തെ ആളുടെ പേര്, ഒന്നാമത്തെ ലാന്തനൈഡ് ഒന്നാമത്തെ എലമെൻ്റ് ആണ് സീറിയം. സീറിയത്തിൻ്റെ സിമ്പലാണ് CE. സോ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് സിനോൺ ആണ് ഇവിടുത്തെ കോർ. സിനോൺ കോർ എന്ന് പറയുമ്പോൾ കോർ എഴുതാൻ നമുക്കറിയാമായിരിക്കാം. ഫോർ എക്സാമ്പിൾ സോഡിയം, സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. സോ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുന്നത്? 1s2, 2s2, 2p6, 3s1, റൈറ്റ്? സോ 1s2, 2s2, 2p6 എന്ന് പറയുന്നത് ആളുടെ ആണ്? നിയോണിൻ്റെ ആണ് അല്ലേ? അപ്പം നിയറസ്റ്റ് ആയിട്ടുള്ള നോബിൾ ഗ്യാസിനെയാണ് നമ്മൾ കോറായിട്ട് എഴുതുന്നത്. സോ നിയോൺ കഴിഞ്ഞിട്ട് നമുക്ക് ആകെ വരുന്നത് 3s1. സോ ദിസ് ഈസ് ഓൾസോ ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം. ക്ലിയർ? സോ സീറിയത്തിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ ലാന്തനൈഡ് എലമെൻസിൻ്റെ അടുത്തുള്ള ഇനേർട്ട് ഗ്യാസിൽ വരുന്ന ആളാണ് ആര്? സിനോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ സിനോണിൻ്റെ ആണ് നമ്മൾ കോറായിട്ട് എഴുതിയിരിക്കുന്നത്. സോ ഹിയർ സീറിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? സീറിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സിനോൺ ആണ് കോറ്, ദെൻ 4f1, 5d1 and 6s2.
ലിസൺ, ഇത് ക്ലിയർ ആയില്ലെങ്കിൽ അങ്ങോട്ട് നോക്കുക. സീറിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സിനോൺ ആസ് ദ കോർ ആൻഡ് 4f1 5d16x2. അപ്പോൾ ശ്രദ്ധിക്കുക, സീറിയം എന്ന് പറയുന്ന ആള് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ് എന്ന് പറയാൻ കാരണം, സോ ദ ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ടു ദി എഫ് ബ്ലോക്ക്, എഫ് ഓർബിറ്റൽ. ഓക്കെ, എഫ് ഓർബിറ്റൽ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ടു ദി എഫ് orbital, then it is called F block elements. Okay, so here cerium, xenon as the core, 4f1 5d1 and 6s2. And the second element, it is praseodymium. Second element is praseodymium. Xenon as the same core, xenon on a core. Okay, then the configuration is 4f3 6s2. 4f3 and 6s2. Okay, then next one, cerium കഴിഞ്ഞു, praseodymium കഴിഞ്ഞു, അടുത്തതാണ് neodymium. Known as the same 4f4 6s2 and like the same താഴോട്ട് അങ്ങനെയാണ്. promethium, samarium, europium, gadolinium, terbium, dysprosium. Okay, so this is xenon core, then 4f5 6s2. samarium വരുമ്പോൾ xenon as core, 4f6 6s2. Okay, then xenon as the core, 4f7 6s2. and here gadolinium എഴുതുമ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതുന്നത് again 5d ഒന്ന് വരും, 5d1 6s2 എന്നാണ്. സോറി, 4f7 5d1 6s2. then again xenon as the core, 4f9 6s2. then 10 4f10 4f11 4f12 4f13 4f14 and again 4f14 ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 5d1 വരും. ഇതിൻ്റെ കാരണം പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ഹിയർ 4f7 എഫ് ഓർബിറ്റിൽ എന്ന് പറയുന്നത് അതിൻ്റെ കംപ്ലീറ്റ് ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യുന്ന പറഞ്ഞാൽ 14 എലമെൻറ്റ്സ് ആണ്. ഓക്കെ, സോ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിലും ഹാഫ് ഫിൽഡ് എന്ന് പറയുമ്പോൾ 7 ഇലക്ട്രോൺസ് ആണ്. സോ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിലും ഹാഫ് ഫിൽഡ് ആണെങ്കിലും ദ കോമ്പൗണ്ട് ഈസ് മോർ സ്റ്റേബിൾ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ യൂറോപ്യം വരുമ്പോൾ 4f7 ആണ്, ബട്ട് ഗഡോലിനിയം വരുമ്പോൾ എന്താണ്, ഒരു 5d1 ഇടയ്ക്ക് വന്നിട്ട് വീണ്ടും 4f7, അതായത് in order to attain stability. ക്ലിയർ? അതുപോലെ തന്നെയാണ് ഇറ്റർബിയം ആൻഡ് ലുട്ടേഷ്യം വരുമ്പോഴും. ഇറ്റർബിയം വരുമ്പോഴെന്താണ് വരുന്നത്, ഇറ്റർബിയം വരുമ്പം സിനോൺ ആസ് ദ കോർ, 4f14 6s2. ആൻഡ് ലുട്ടേഷ്യം വരുമ്പോഴോ സിനോൺ ആസ് ദ കോർ, 4f14 5d1 and 6s2. ഓക്കെ, അതാണ് നമ്മുടെ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഈ ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ് സൈഡിൽ നിന്ന് പ്രോബ്ലംസ് ആണ് സാധാരണ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെയും കളർ കണ്ടുപിടിക്കാനുള്ളതിൻ്റെയൊക്കെ പ്രോബ്ലംസ് ആണ് വരാറുള്ളത്, ടൈം സിമ്പിൾ കണ്ടുപിടിക്കാനുള്ളത്. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾക്ക് കോൺഫിഗറേഷൻ അറിഞ്ഞൂടാ എങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ ഉറപ്പായിട്ടും ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചു വെച്ചിരിക്കുക, ഓർത്ത് വെച്ചിരിക്കുക. ആദ്യം നിങ്ങൾ എഴുതേണ്ടത് നമ്മുടെ ലാന്തനൈഡ്സ് എലമെൻറ്റ്സിനെ നിരത്തി ആദ്യം താഴോട്ടങ്ങ് എഴുതുക ഒരു പേപ്പറിൽ. സിപ്ര ആൻഡ് പുംസും യുജിഡി ടിബി ഡൈഹോ എർട്ടിയം വൈ ബില്ലു എന്നുള്ള പേരിൽ കറക്റ്റായിട്ട് ആ എലമെൻറ്റ്സിനെ എന്ത് ചെയ്യുക, അസൈൻ ചെയ്ത് താഴേക്ക് നിരത്തി എഴുതുക. സോ ആദ്യത്തതിൽ സിനോണ സ്കോർ, എല്ലാത്തിലും സിനോണ സ്കോർ കൊടുക്കുക. ഓക്കെ, ദെൻ സീറിയം വരുമ്പോൾ 4f1 5d1 6s2 എന്ന് കൊടുത്താൽ രണ്ടാമത്തെ മുതൽ 4f3 ആണ്. പിന്നെ നിങ്ങൾക്ക് നിരത്തി 4f4 4f5 4f6 4f7 എഴുതി കഴിഞ്ഞാൽ പിന്നെ എഗെയിൻ ഒരു 4f7 ഉണ്ട്.
ഓക്കെ. ദെൻ 5d1 6s2 ആണ് ഗഡോലിനിയം വരുമ്പോൾ. ദെൻ അഗെയിൻ 8 ഇല്ല, 4 ഇല്ല, 4 10 11 12 13 14 ആൻഡ് അഗെയിൻ 14. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഓക്കെ, സോ ലിസൺ. ലാന്തനൈഡ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചു വെച്ചിരിക്കുക. 14 എലമെൻറ്റ്സ്, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് വൺ, ലാന്തനൈഡ്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. Lanthanide elements are highly electropositive and form essentially ionic compounds. Lanthanide elements എന്ന് പറയുന്നത് എന്താണ്? ഹൈലി ഇലക്ട്രോപോസിറ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്, എലമെൻറ്റ്സ് ആണ്. അതുപോലെ തന്നെ അയോണിക് കോമ്പൗണ്ട്സ് ആണ് കൂടുതലായിട്ട് ഫോം ചെയ്യുന്നത്. ദി കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാന്തനൈഡ് ഈസ് +3. ഓർത്ത് വെച്ചിരിക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എന്താണ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാന്തനൈഡ്സ്. സോ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാന്തനൈഡ് ഈസ് +3. ദെൻ ദിസ് ഈസ് ഷെയർഡ് ടു ബി ദി മോസ്റ്റ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാന്തനൈഡ്സ്. സോ ഈ +3 തന്നെയാണ് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കോമൺ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റും ലാന്തനൈഡ്സിൻ്റെ ആരാണ്? +3 ആണ് എന്ന് ഓർക്കുക. Some of the elements also show +2 and +4 oxidation state, but except a few such ions, they have the tendency to get converted to +3 state. So മിക്കവാറുള്ള എല്ലാ ലാന്തനൈഡ് എലമെൻറ്റ്സും +3 എലമെൻറ്റ്സ് ആണ് കാണിക്കുന്നത്. എന്നാൽ വളരെ ചെറിയ അല്ലെങ്കിൽ ചില അയോൺസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഷോ +2 and +4. എന്നാൽ അതിൽ തന്നെ ചിലർ വീണ്ടും തിരിച്ചത് കൺവേർട്ട് ചെയ്ത് +3 ആയിട്ട് മാറും, എന്നാൽ ചിലർ മാറില്ല. ഓക്കെ, ദ ഓൺലി വൺ എലമെൻറ്റ് വിച്ച് ഷോ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ സൊല്യൂഷൻ ഈസ് സീറിയം. അപ്പം സീറിയം എന്ന് പറയുന്ന എലമെൻറ്റ് സൊല്യൂഷനിൽ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുമെന്നുള്ളത് ഓർക്കുക. ഇവിടെ ആക്ച്വലി +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന 1 2 3 എലമെൻറ്റ്സ് കൂടിയുണ്ട്, ബട്ട് ദേ ആർ ഇൻ സോളിഡ് സ്റ്റേറ്റിലാണ് സ്റ്റേബിൾ. എക്സാമ്പിൾ റിസോഡിമിയം, നിയോഡിമിയം, ഇവരൊക്കെ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിൽ +4 കാണിക്കുന്നത്. പക്ഷേ സൊല്യൂഷൻ സ്റ്റേറ്റ് അത് കാണിക്കാറില്ല. സൊല്യൂഷൻ സ്റ്റേറ്റിൽ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് സീറിയം മാത്രമാണ്. ഓക്കെ, ദെൻ സമേറിയം 2+, യൂറോപ്യൻ 2+, ഇറ്റർബിയൻ 2+, എക്സസ്റ്റ് ഇൻ അക്വ സൊല്യൂഷൻ. അക്വ സൊല്യൂഷൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആളുകളാണ് സമേറിയം, യൂറോപ്യം ആൻഡ് ഇറ്റർബിയൻ. അതുപോലെ തന്നെ ഈ പ്രിസോഡിമിയം, നിയോഡിമിയം ഒക്കെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്, ബട്ട് സ്റ്റേബിൾ ഇൻ സോളിഡ് സ്റ്റേറ്റ്. ഓക്കെ, സോ ഇതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ലാന്തനൈഡ്സിൻ്റെ 14 എലമെൻറ്റ്സ് ഓർത്തു വെച്ചിരിക്കുന്ന LA സിപ്ര ആൻപുംസും UGD TB ഡൈഹോയർ TMY ബിലു. ഓക്കെ, 14 എലമെൻറ്റ്സ്. ആ 14 എലമെൻറ്റ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ യു മസ്റ്റ് സ്റ്റഡി. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. എന്നാൽ +2ഉം +4ഉം കാണിക്കുന്നവരുണ്ട്. +4 സൊല്യൂഷൻ സ്റ്റേറ്റിൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് സീറിയമാണ്. ദെൻ യൂറോപ്യം, ഇറ്റർബിയം, സമേറിയം ഒക്കെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് കളർ ഓഫ് ലാന്തനൈഡ് കോംപ്ലക്സസ്. ലാന്തനൈഡ് കോംപ്ലക്സിൻ്റെ കളറിനെ കുറിച്ചാണ് നമ്മളിനി പറയുന്നത്. ലാന്തനൈഡ് കോംപ്ലക്സിൻ്റെ കളേഴ്സ്. ലിസൺ, ആദ്യമേ ഒരു ഹിൻറ്റ് തരാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിഞ്ഞെങ്കിൽ മാത്രമേ കളറും വളരെ കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റൂ. ഓക്കെ, F0, F1, F7, F13, F14, all these ions are colorless. First hint, for F0, for F1, for F7, for F13 and for F14, all these are colorless. അപ്പോൾ ഇത്രയും ലാന്തനൈഡ് എലമെൻറ്റ്സിന് കളറില്ല. ഏതൊക്കെയാണ്? ലന്താനം, സീറിയം, ഗഡോലിനിയം, ദെൻ ലുട്ടേഷ്യം ആൻഡ് ഇറ്റർബിയം. ഇവരുടെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള അയോണുകൾക്ക്, കോമ്പൗണ്ടുകൾക്ക് കളറില്ല എന്ന് ഓർത്ത് വെച്ചിരിക്കുന്ന. അപ്പം F0, F1, F7, F13, F14, all these are
കളർലെസ്. ഓക്കെ, ദെൻ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കുക. LA സിപ്ര ആൻഡ് പുംസിം UGD. ദെൻ ഇവിടുന്ന് മുകളിലോട്ടാണ് ഗഡോലിനത്തിന് ശേഷം TB ഡൈഹോയർ TM വൈബിലു. ഓക്കെ, ആ പേര് എൻ്റെ കോഡിനോടൊപ്പം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. സോ ലന്താനം, സീറിയം, പ്രസോഡിമിയം, നിയോഡിമിയം, പ്രൊമിത്തിയം, സെമേറിയം, യൂറോപ്പിയം ആൻഡ് ഗഡോലിനിയം. ദെൻ താഴെ നിന്നാണ് വന്നിരിക്കുന്നത് ടെർബിയം, ഡിസ്പ്രഷ്യം, ഹോൾമിയം, എർബിയം, ടുലിയം ആൻഡ് ഇറ്റർബിയം, ലുട്ടേഷ്യം. ഇനി വളരെ സിമ്പിളാണ്, ശ്രദ്ധിക്കുക. ഇത് നേരത്തെ അതേപോലെ തന്നെ എഴുതിയാൽ മതി. ദിസ് ഈസ് കളർലെസ്, ദിസ് ഈസ് കളർലെസ്, ദിസ് ഈസ് കളർലെസ്, ദിസ് ഈസ് കളർലെസ്. ദെൻ ബ്രിസോഡിമിയം വരുമ്പോൾ ഗ്രീൻ കളറാണ്. ദെൻ അറ്റ് ദ സെയിം ടൈം തുലിയം വരുമ്പോഴും ഗ്രീൻ കളറാണ്. ദെൻ നിയോഡിമിയം ലൈല കളറാണ്. അറ്റ് ദ സെയിം ടൈം എർബിയം ലൈല കളറാണ്. Then promethium pink color, at the same time hafnium pink color, zamarium yellow color, dysprosium yellow color, europium pale pink color, terbium pale pink color. ഓക്കെ, സോ ഇങ്ങനെ എഴുതിയാണെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റും റൈറ്റും സെയിം കളർ തന്നെ വെച്ച് ഫില്ല് ചെയ്യാം. ദാറ്റ് മീൻസ് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു രീതിയാണ്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ ലൈല കളറിനൊരു വേരിയേഷൻ ഉണ്ടായിരിക്കാം. ദെൻ അതേപോലെ ഇവിടുത്തെ ഒരു പിങ്ക് കളറിന്, യെല്ലോ കളറിനും ഒരു ജമേറിയത്തിൻ്റെ ദെൻ പ്രൊമിത്യത്തിൻ്റെ ഒരു കളറിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ വേറെ, അതായത് ഗ്രീനും യെല്ലോയിഷ് പെയിൽ ഗ്രീനുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ബുക്കിൽ നിന്നാണ് ഈ ഒരു കോട്ട് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് കളർ ഓഫ് അക്വസ് ലാന്തനൈഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും F0, F1, F13, F14, F7 all these are colorless. Then F2 എന്ന് പറയുന്നത് ഗ്രീൻ, then F12 green, F3, F11 lilac, F4, F10 pink, F3, F9 yellow, F6, F8 pale pink. സോ ഈ രീതിയിലൊന്ന് ക്രമീകരിച്ച് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റും റൈറ്റും എന്താണ് വളരെ സിമ്പിളായിട്ടുള്ള, അതായത് എഫും 14 - F സെയിം കോൺഫിഗറേഷൻ കിട്ടും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഹിയർ കുറച്ച് ഐസോ ഇലക്ട്രോണിക് ആയിട്ടുള്ള ലാന്തനൈഡ്സ് ആണ്. സീറിയം എന്ന് പറയുന്നത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ കളർലെസ് ആണ്. എന്നാൽ +4 ഓക്സിഡേഷനിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ദെൻ നമ്മുടെ സീറിയം F0 സ്റ്റേറ്റിലാണ്. സോ ഇറ്റ്സ് ഷോ എ ഓറഞ്ച് റെഡ് കളർ. എന്താണ്, ഒരു ഓറഞ്ച് റെഡ് കളർ കാണിക്കുന്നുണ്ട് സീറിയം +4. ഓക്കെ, ദെൻ സീറിയം +4ൻ്റെ ഐസോ ഇലക്ട്രോണിക് ആണ് ലന്താനം 3+. ഇറ്റ് ഈസ് കളർലെസ്. അത് രണ്ടിൻ്റെ ഇലക്ട്രോണുകൾ എന്താണ്, സെയിം ആണ്. 3+ എന്ന് പറയുന്നത് F0 ആണ്. സോ ദ ഐസോ ഇലക്ട്രോണിക് വിത്ത് രണ്ടുപേരുടെയും ഇലക്ട്രോണുകളുടെ എണ്ണം സീറിയം 4+, 4F0 ആണ്. സീറിയം 4+ ഓറഞ്ച് റെഡ് ആണ്. അറ്റ് ദ സെയിം ടൈം ലന്താനം കളർലെസ്. ദെൻ സമേറിയം 2+, വെരി ഇമ്പോർട്ടൻറ്റ്. സമേറിയം 2+, സമേറിയം 2+ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്, യെല്ലോ കളറാണ്. അപ്പം 3+ അല്ല, 4 of 6 ഇലക്ട്രോൺസ് യെല്ലോ കളറാണ്. ഇറ്റ് ഈസ് ഐസോ ഇലക്ട്രോണിക് വിത്ത് യൂറോപ്പിയം 3+, ഇറ്റ്സ് പെയിൽ പിങ്ക്. ദെൻ യൂറോപ്പിയൻ 2+ൻ്റെ കളർ ഇറ്റ് ഈസ് പെയിൽ ഗ്രീനിഷ് കളർ. ആൻഡ് ഇറ്റർബിയം ഇറ്റ് ഈസ് കളർലെസ്. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട, ഐസോ ഇലക്ട്രോണിക് പഠിച്ചില്ലെങ്കിലും ഇറ്റ്സ് നോട്ട് പ്രോബ്ലം. ഐസോ ഇലക്ട്രോണിക് ചോദിച്ചു കണ്ടിട്ടില്ല. ബട്ട് യു മസ്റ്റ് സ്റ്റഡി ദി കളർ ഓഫ് ദീസ് അയോൺസ് ഓൾസോ. നമ്മുടെ ലാന്തനൈഡ് എലമെൻസിൻ്റെ ഈ കളർ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉറപ്പായിട്ടും ഇത്രയും എലമെൻസിൻ്റെ വേറെ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ലാന്തനൈഡ്, സീറിയം +4 ഓറഞ്ച് റെഡ്, സമേറിയം +2 യെല്ലോ കളർ, യൂറോപ്പിയം പെയിൽ ഗ്രീനിഷ് യെല്ലോ കളർ, ഇറ്റർബിയം കളർലെസ്. ഓക്കെ, സോ ദിസ് ഈസ് കളർ ഓഫ് ലാന്തനൈഡ് കോംപ്ലക്സസ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഒന്നുകിൽ മാച്ച് ദ ഫോളോയിങ്ങിൽ 3-4 എലമെൻറ്റ്സ് തന്നിട്ട് അറ്റ് ദ സെയിം ടൈം ബി പാർട്ടിൽ കളേഴ്സ് തന്നിട്ട് മാച്ച് ചെയ്യാൻ പറയുമായിരിക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷഫിൾ ചെയ്ത് തന്നിട്ട് കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് അതിൻ്റെ
കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളറും തരാം, മാച്ച് ചെയ്യാനായിട്ടുണ്ടായിരിക്കാം. സോ ഉറപ്പായിട്ടും കളറ് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, സീറിയം +4. സീറിയം എന്ന് പറയുന്ന ഒരു ലാന്തനൈഡ് എലമെൻ്റ് ആണ്. സീറിയം +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നമ്മൾ പറഞ്ഞു F0 ആണ്. വെരി സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. സീറിയം +4 എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ഇറ്റ് ഹാസ് ഓറഞ്ച് റെഡ് കളർ. സീറിയം +4ൻ്റെ കളർ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തു. ഇറ്റ് ഈസ് ഓറഞ്ച് റെഡ് കളർ. ഇറ്റ്സ് ഡ്യൂ ടു ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ. വളരെ വളരെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സീറിയം +4, സീറിയം +4 ഓറഞ്ച് റെഡ് കളർ കാണിക്കുന്നുണ്ട്. സീറിയം +4 ഓറഞ്ച് റെഡ് കളർ കാണിക്കുന്നു. ഇറ്റ് ഈസ് ഡ്യൂ ടു ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ. ഇതുകൊണ്ടാണ് കാണിക്കുന്നത് ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ. അതിൽ തന്നെ ഏതാണ് LMCT. LMCT, that means ligand to metal charge transfer. ligand to metal charge transfer വഴിയാണ് എന്ത് സീറിയം +4ന് ഏത് കളർ കാണിക്കാൻ പറ്റുന്നത്? ഓറഞ്ച് റെഡ് കളർ കാണിക്കാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ സമേറിയം 2+. സമേറിയം 2+, ശ്രദ്ധിക്കുക, ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് സീറിയത്തിൻ്റെയും സമേറിയത്തിൻ്റെയും. സമേറിയം 2+ എന്ന് പറഞ്ഞാൽ വെരി സ്ട്രോങ് ഓക്സിഡൈസർ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ വെരി സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഡിഫറൻസ് മനസ്സിലാക്കണം. ഹിയർ ഇറ്റ് ഈസ് വെരി സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. Very strong oxidizing agent. Here very strong oxidizer or very strong reducing agent. Reducing agent ആണ് oxidizer. Okay, so സമേറിയം 2+ന് ബ്ലഡ് റെഡ് കളർ കാണിക്കുന്നുണ്ട്. സമേറിയം 2+ ബ്ലഡ് റെഡ് കളർ കാണിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ആൾസോ ഇൻ ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ. അതിൽ തന്നെ സമേറിയം കാണിക്കുന്നത് MLCT വഴിയാണ്. ദാറ്റ് മീൻസ് മെറ്റൽ ടു ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും മറക്കരുത്. എക്സാമിന് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദിക്കുന്ന 2 ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ്. ഒന്ന് സീറിയത്തിൻ്റെ കളർ, ദ സെക്കൻഡ് വൺ ഇറ്റ് ഈസ് സമേറിയത്തിൻ്റെ കളർ. ഡ്യൂ ടു സീറിയത്തിൻ്റെ കളർ ഈസ് ഡ്യൂ ടു LMCT, ligand to metal charge transfer. സമേറിയത്തിൻ്റെ കളർ MLCT, that means metal to ligand charge transfer. ഓക്കെ, സോ ലാന്തനൈഡ് എലമെൻസിനെ ഒന്നുകൂടെ പരിചയപ്പെടാം. Ciprc and Pumsum, UGD, TB-dihydroxyurea, Biblue, മറക്കരുത്. ഓക്കെ, സോ ഇറ്റർബിയം എന്ന് പറയുന്നത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ യെല്ലോ കളർ കാണിക്കാറുണ്ട്. ഈ 3 അതർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ലാന്തനൈഡ്സിൻ്റെ കളർ കൂടി ഓർത്തു വച്ചിരിക്കുക. ക്ലിയർ? യെസ്. നെക്സ്റ്റ് വൺ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഇൻ ലാന്തനൈഡ് എലമെൻറ്റ്സ്. ലാന്തനൈഡ് എലമെൻറ്റ്സിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ്സിനെ കുറിച്ച് പഠിക്കുക. ശ്രദ്ധിക്കാം. The lanthanide elements will not obey spin-only formula. It obey spin-orbit coupling formula. ഓർത്ത് വെച്ചിരിക്കാം, ലാന്തനൈഡ് എലമെൻറ്റ്സ് സ്പിൻ ഓൺലി ഫോർമുല ഉപയോഗിക്കാറില്ല, ഒബേ ചെയ്യാറില്ല. ദേ ഒബേ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഫോർമുല. സ്റ്റേറ്റ്മെൻറ്റ് വൈസിൽ ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഫോർമുല എന്ന് പറയുന്നതാണ് ലാന്തനൈഡ്സ് യൂസ് ചെയ്യുന്നത്. വൈൽ സ്പിൻ ഓൺലി ഫോർമുല ആരാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, വളരെ ഓർത്ത് ശ്രദ്ധിച്ച് വെച്ചിരിക്കുക. ദെൻ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ഇറ്റ് ഈസ് ഗഡോലിനിയം 3+, GD3+. is the only one element which obeys spin only formula. സ്പിൻ ഓൺലി ഫോർമുല ഒബേ ചെയ്യുന്ന ലാന്തനൈഡ്സിൽ ഒരേ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് GD3+ ആണ്, ഗഡോലിനിയം 3+ ആണ്. ബാക്കി എല്ലാ എലമെൻറ്റ്സും എന്താണ്?
സ്പിൻ ഓൺലി അല്ല, സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഫോർമുലയാണ് ഒബേ ചെയ്യാറ്. ഓക്കെ, സോ ലിസൺ, സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഫോർമുല എന്ന് പറയുന്നത് mu is equal to g into root of j into j plus 1. ഓക്കെ, ഒന്നുകൂടെ എടുത്തെഴുതുന്നു. mu is equal to g into root of j into j plus 1. This is the spin orbit coupling formula. And here g is equal to Landé factor. Landé factor എന്നാണ് g അറിയപ്പെടുന്നത്. j എന്ന് പറയുന്നത് ടൈം സിമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് ആങ്കുലാർ മൊമെന്റം. ഓക്കെ, സോ ജി എന്ന് പറയുന്നത് ലാൻഡേ ഫാക്ടർ ആൻഡ് ജെ എന്ന് പറയുന്നത് ആങ്കുലാർ മൊമെന്റമാണ്. അത് നമുക്ക് ടൈം സിമ്പിൾ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മറക്കരുത്, പ്രോബ്ലം ഉണ്ട്. മാഗ്നറ്റിക് മൊമെന്റ്, ലാന്തനൈഡ് എലമെന്റ്സിൻ്റെ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ഉണ്ട്. ഇറ്റ്സ് equation is magnetic moment of lanthanide element is equal to mu is equal to g into root of j into j plus 1. Okay, g എന്ന് പറയുന്നത് ലാൻഡേ ഫാക്ടർ, then j എന്ന് പറയുന്നത് ആംഗുലർ മൊമെന്റം. ഇനി ഈ g എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും നോക്കാം. g is equal to രണ്ട് ഇക്വേഷൻ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ലാൻഡേ ഫാക്ടർ കണ്ടുപിടിക്കുന്ന g is equal to either we can use 3/2 plus s into s plus 1 minus L into L plus 1 whole divided by 2j into j plus 1. Otherwise, we can use 1 plus s into s plus 1 plus j into j plus 1 minus L into n plus 1 whole divided by 2j into j plus 1. ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്യാം. മോസ്റ്റ്ലി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. 1 plus s into s plus 1 plus j into j plus 1 minus L into L plus 1 whole divided by 2j into j plus 1. Okay, S, L and j values are get from time symbols. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ പ്രോബ്ലം ചെയ്യുന്നില്ല. ഫസ്റ്റ് നമുക്ക് ടൈം സിമ്പിൾസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പഠിക്കാം. ടൈം സിമ്പിൾ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ നിന്നും ദെൻ j വാല്യൂ, L വാല്യൂ, S വാല്യൂ കിട്ടത്തുള്ളൂ. Then only you can calculate the g factor. Then only you can get the value of in the magnetic moment. Okay ആണല്ലോ. So magnetic moment in the equation marakanda, the magnetic moment of lanthanide elements can be calculated by the formula of spin orbit coupling formula. So spin orbit coupling formula is equal to g into root of j into j plus 1. g എന്ന് പറയുന്നത് ലാൻഡേ ഫാക്ടർ, j എന്ന് പറയുന്നത് ആംഗുലാർ മൊമെന്റമാണ്. It can be calculated from time symbols. The g factor is also calculated from equation g is equal to 1 plus s into s plus 1 plus j into j plus 1 minus L into L plus 1 the whole divided by 2j into j plus 1. Okay, yes. And the only one element which is show or which obey spin only formula is, tell me, parayu. Yes, it is GD3 plus, gadolinium 3 plus. Right? Okay, listen. Just one magnetic moment of lanthanide 3 plus. അതായത് നമ്മൾ ആ ഇക്വേഷൻ, നമ്മളിപ്പോൾ പറഞ്ഞ ഇക്വേഷൻ, ദാറ്റ് മീൻസ് mu is equal to g into root of j into j plus 1 എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂസ് ആണിത്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ഉണ്ട്, ഒബ്സർവ് ചെയ്ത വാല്യൂ ഉണ്ട്. കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ഉണ്ട്, ഒബ്സർവ് ചെയ്ത വാല്യൂ ഉണ്ട്. നോക്കാം. പ്രൊമിത്യം, നിയോഡിമിയം, സെമേറിയം, ഇവിടെ ഒരു പ്രൊമിത്യം കൂടെ വരാനുണ്ട്. ഓക്കെ, ദെൻ എലമെൻസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂവും ഒബ്സർവ് ചെയ്ത വാല്യൂവും തമ്മിലുള്ള കൊടുത്തിട്ടുണ്ട്. അപ്പം കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂവും ഒബ്സർവ് ചെയ്ത വാല്യൂവും ഏകദേശം എല്ലാം സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. 3 ഫോർ എക്സാമ്പിൾ പ്രിസോഡിമിയം 4f2 കോൺഫിഗറേഷൻ ആണ്. നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 3.58, 3.62, ഒബ്സർവ് ചെയ്തപ്പോൾ 3.22 ആണ് കിട്ടിയത്. അതായത് അപ്രോക്സിമേറ്റ്ലി എല്ലാം സെയിം ആണ്. ഓക്കെ,
At the same time, neodymium എന്ന് പറയുന്നത് 3.62, 3.68, 3.54 approximately same. And listen, in the case of samarium, samariumത്തിൻ്റെ കേസ് വന്നപ്പോൾ then observed value, calculated value തമ്മിൽ ഒരു large difference. That means 0.84 ആണ്. ദെൻ എൻ്റെ ഒബ്സർവ് ചെയ്തപ്പോൾ 1.55, അതായത് ഏകദേശം അപ്രോക്സിമേറ്റ് ഇരട്ടി വരുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ഒരു ലാർജ് ഡീവിയേഷൻ അവരുടെ മാഗ്നറ്റിക് മൊമെൻ്റ് ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു വാല്യൂ കിട്ടി. പക്ഷെ ഒബ്സർവ് ചെയ്തപ്പോൾ വളരെ ലാർജ് ആയിട്ടുള്ള ഡീവിയേഷനുള്ള ഒരു വാല്യൂ കിട്ടി. ആരുടെ കേസിലാണ്? സമേറിയത്തിൻ്റെ കേസിൽ. ഓക്കെ, സമേറിയത്തിൻ്റെ കേസിലാണ് കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ 0.8ഉം ഒബ്സർവ് ചെയ്ത വാല്യൂ 1.6 റേഞ്ചിലും കിട്ടി. ഓക്കെ, 1.6 റേഞ്ചിലും കിട്ടി. സോ സമേറിയത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ അടുത്ത ആളെ നോക്കിയ യൂറോപ്പിയം 0 ആണ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്, എന്നാൽ ഒബ്സർവ് ചെയ്തപ്പോൾ 3.4 കിട്ടി. അപ്പോൾ രണ്ടാളുകളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഒരാൾ മാഗ്നറ്റിക് മൊമെൻ്റ് ഓഫ് സമേറിയം. സമേറിയത്തിൻ്റെ പ്രത്യേകത കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ കിട്ടിയത് 0.8, എന്നാൽ ഒബ്സർവ് ചെയ്തപ്പോൾ 1.6 അപ്രോക്സിമേറ്റ്ലി കിട്ടി. ഓക്കെ, അതുപോലെ തന്നെ യൂറോപ്യത്തിൻ്റെ കേസ് നോക്കിയപ്പോൾ എന്താണ്? കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 0 ആണ് കിട്ടിയത്, എന്നാൽ ഒബ്സർവ് ചെയ്തപ്പോൾ 3.4 കിട്ടി. ബാക്കി നോക്കാം. ഗഡോലിനിയം എന്ന് പറയുന്നത് 7.94 അപ്രോക്സിമേറ്റ്ലി സെയിം. ടെർബിയം approximately same. Dysprosium approximately same. So all these other elements are calculated and observed magnetic moment values are approximately same. But the two members or two elements which show large deviation from observed value to calculated value, they are samarium and europium. മറക്കരുത്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മാഗ്നറ്റിക് മൊമെൻറ്റിൽ ലാർജ് ഡിഫറൻസ്, വളരെ വലിയ വ്യത്യാസം കാൽക്കുലേറ്റഡ് മാഗ്നറ്റിക് മൊമെൻറ്റിലും ഒബ്സർവബിൾ മാഗ്നറ്റിക് മൊമെൻറ്റും തമ്മിൽ വളരെ ലാർജ് ഡിഫറൻസ് ഉള്ള രണ്ട് എലമെൻറ്റ്സ് ആണ് സമേറിയവും യൂറോപ്പിയവും. ഓക്കെ, യെസ്. സോ മറക്കരുത്, സമേറിയം ആൻഡ് യൂറോപ്പിയം ദേ ഷോ ലാർജ് ഡിഫറൻസ് in magnetic moment from observable magnetic moment to calculated value. Okay ആണല്ലോ? യെസ്. സോ വാല്യൂസോട് നോർത്ത് വെച്ചിരിക്കുക. സമേറിയം 0.8 ആയിരുന്നു, ഒബ്സർവബിൾ എന്ന് പറയുന്നത് 1.6 അപ്രോക്സിമേറ്റ്ലി ഇരട്ടി വന്നു. ദെൻ യൂറോപ്യൻ 0 ആയിരുന്നു, ദെൻ ഒബ്സർവ് ചെയ്തപ്പോൾ 3.4 ഉണ്ടായി. ഓക്കെ ആണല്ലോ? യെസ്. Next one, it is features of lanthanide complexes. Lanthanide complexിൻ്റെ ഫീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത്. നോക്കാം പ്രത്യേകതകൾ. ലാന്തനൈഡ് കോംപ്ലക്സിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ദ പൈ ആസിഡ് ലിഗാൻഡ് വിൽ നോട്ട് ഫോം കോംപ്ലക്സസ് വിത്ത് ലാന്തനൈഡ് എലമെൻറ്റ്സ്. പൈ ആസിഡ് ലിഗാൻഡ് ലാന്തനൈഡ് എലമെൻറ്റ്സുമായിട്ട് കോംപ്ലക്സ് ഉണ്ടാക്കാൻ അങ്ങനെ പോവാറില്ല. ഓക്കെ, പൈ ആസിഡ് ലിഗാൻസിന് ലാന്തനൈഡ് കോംപ്ലക്സുമായിട്ട് ലാന്തനുമായിട്ടുള്ളൊരു ബന്ധം അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള കോംപ്ലക്സ് ഉണ്ടാക്കാറില്ല. ഗോട്ട് ഇറ്റ്? യെസ്. സെക്കൻഡ് പോയിന്റ്, ഷോ റാപ്പിഡ് ലിഗാൻഡ് എക്സ്ചേഞ്ച്. എന്താണ്? വളരെ വേഗത്തിലുള്ള റാപ്പിഡ് ആയിട്ടുള്ള ഒരു ലിഗാൻഡ് എക്സ്ചേഞ്ച് അവിടെ സംഭവിക്കാറുണ്ട്. തേർഡ് വൺ, ദേ പ്രിഫർ ടു ബൈൻഡ് വിത്ത് ഹാർഡ് ലിഗാൻഡ്. ദേ പ്രിഫർ ടു ബൈൻഡ് വിത്ത് ഹാർഡ് ലിഗാൻഡ്. അവരെപ്പോഴും എന്താണ്? ഹാർഡ് ലിഗാൻഡിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. ആര്? ലാന്തനൈഡ്സ്. നെക്സ്റ്റ് വൺ, ലാന്തനൈഡ് കോംപ്ലക്സസ് ആർ ഹൈലി അയോണിക്. ഓക്കെ, ഹൈലി അയോണിക് ആയിട്ടുള്ള കോംപ്ലക്സുകളാണ് ഉണ്ടാക്കാറുള്ളത്. ദ ഹയർ കോർഡിനേറ്റഡ് ജോമെട്രി വിൽ ബി ഫോംഡ്. അതായത് കോർഡിനേഷൻ നമ്പറിന് പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ചിലർ പറയും 8ൽ കൂടുതലുള്ള കോർഡിനേഷൻ നമ്പറുള്ള ജോമെട്രീസ് അല്ലെങ്കിൽ കോമ്പൗണ്ടുകൾ ഞങ്ങൾ ഉണ്ടാക്കാറില്ല, കോംപ്ലക്സുകൾ ഞങ്ങൾ ഉണ്ടാക്കാറില്ല എന്ന് പറയുന്നവരുണ്ട്. ബട്ട് ലാന്തനൈഡ്സ് അങ്ങനെയല്ല.
അവർക്ക് കോർഡിനേഷൻ നമ്പറിൽ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. 8 കോർഡിനേഷൻ നമ്പർ ഉള്ളതുണ്ട്, കോർഡിനേഷൻ 9 ഉള്ളതുണ്ട്, കോർഡിനേഷൻ നമ്പർ 10 ഉള്ളത് കോംപ്ലക്സുകളുണ്ട്. ഓക്കെ, സോ ഹയർ കോർഡിനേഷൻ നമ്പറുള്ള കോംപ്ലക്സുകളുള്ള ആളുകളാണ് ആര്? ലാംതനൈഡ്സ്. ക്ലിയർ? സോ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക, ഈ പോയിന്റുകൾ മനസ്സിൽ വെച്ചിരിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദ്യത്തിൽ നിന്നുള്ള ഇതാണ്. ഓക്കെ, ലാംതനൈഡ് എലിമെൻസിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന്, ദ പൈ ആസിഡ് എന്താണ്, വിൽ നോട്ട് ഫോം കോംപ്ലക്സ് വിത്ത് ലാംതനൈഡ്സ്. സെക്കൻഡ് വൺ, ദേ ഷോ rapid ligand exchange. Then they prefer to bind with a hard ligand. Lanthanide complexes are highly ionic. The higher coordinated geometry will be formed. That means coordination number 8, 9, 10, all the coordination number higher coordination geometries are also preferred. Okay, അതുപോലെ തന്നെ they show rarely isomerism. They rarely show isomerism. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുന്നതിൽ കുഴപ്പമില്ല. ബട്ട് ഓൾ ദീസ് പോയിന്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് വളരെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ദെൻ സ്പെക്ട്രൽ പ്രോപ്പർട്ടീസ്. ലാംതനൈഡ് കോംപ്ലക്സിൻ്റെ സ്പെക്ട്രൽ പ്രോപ്പർട്ടീസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. നോർമലി ദ ട്രാൻസിഷൻ ഓഫ് മെറ്റൽ കോംപ്ലക്സസ് ആർ യൂഷ്വലി ബ്രോഡ്. അതായത് നോർമലായിട്ടുള്ള ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സിൻ്റെ സ്പെക്ട്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ബ്രോഡായിട്ടുള്ളൊരു സ്പെക്ട്രം ആയിരിക്കും കിട്ടുന്നത്. ബട്ട് ലാംതനൈഡ് അയോൺസ് ആർ വീക്ക്ലി കളേർഡ്. ലാംതനൈഡ് അയോൺസ് ആർ വീക്ക്ലി കളേർഡ് ആണ്. ദ സ്പെക്ട്ര ഓഫ് ദെയർ കോംപ്ലക്സസ് ഷോ മച്ച് നാരോവർ ആൻഡ് മോർ ഡിസ്റ്റിൻക്റ്റ് അബ്സോർപ്ഷൻ ബാൻഡ്. അതായത് ലാംതനൈഡ് കോംപ്ലക്സിൻ്റെ സ്പെക്ട്രം എടുക്കുമ്പോൾ ഇങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള നാരോ ആയിട്ടുള്ള ബാൻഡ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ നാരോ ആയിട്ടുള്ള ബാൻഡ്സുകളായിരിക്കും ഇതിൽ കിട്ടുന്നത്, നമ്മുടെ ലാംതനൈഡ് അയോൺസിൻ്റെ കോംപ്ലക്സ് സ്പെക്ട്ര കിട്ടുന്നത്. ഓക്കെ, ബട്ട് ട്രാൻസിഷൻ എലമെൻസിൻ്റെ വളരെ ബ്രോഡായിട്ടായിരിക്കും കിട്ടുന്നത്. ലാംതനൈഡ് കോംപ്ലക്സിൻ്റെ സ്പെക്ട്ര എന്ന് പറയുന്നത് നാരോ ആയിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള നാരോ ആയിട്ടുള്ള ബാൻഡ്സ് ആയിരിക്കും കിട്ടുന്നത്. എന്താണ് അതിനുള്ള കാരണം നോക്കാം. It's due to weak FF transition. അതായത് ഇങ്ങനെ ഒരു നാരോ ബാൻഡ് കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് വീക്കായിട്ടുള്ള ഒരു FF ട്രാൻസിഷൻ അവിടെ നടക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, the 4f orbitals are deeply embedded inside the atom and well shielded by 5s and 5p electrons. 4f ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ വളരെ അകത്താണ്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് 5sഉം 5p ഇലക്ട്രോൺസും ചുറ്റുമുണ്ട്, അവർ ഷീൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഒരു നൈസായിട്ടുള്ള ഒരു ട്രാൻസിഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. അതാണ് നാരോ ആയിട്ടുള്ള ഒരു ഇത് കിട്ടുന്നത്, ബാൻഡ് കിട്ടുന്നത്. അപ്പോൾ എന്താണ് ഷീൽഡിങ് എഫക്റ്റ്? ഷീൽഡിങ് എഫക്റ്റ് എന്താണെന്ന് അറിയാമോ? ഷീൽഡിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷീൽഡിങ് എഫക്റ്റ് മീൻസ് നമ്മൾ ദിസ് ഇസ് ന്യൂക്ലിയസ്, ദീസ് ആർ ദ ഓർബിറ്റൽസ്. ഔട്ടർ ഇലക്ട്രോൺസിനെ ഇന്നർ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുക, ന്യൂക്ലിയർ ഫോഴ്സിൽ നിന്നും എസ്കേപ്പ് ചെയ്യിപ്പിക്കുന്നതാണ് ഷീൽഡിങ് എഫക്റ്റ് എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം ദ ഡിക്രീസിങ് ന്യൂക്ലിയർ ഫോഴ്സ് ടു ദി ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ദി ഇന്നർ ഇലക്ട്രോൺസ്. ഓക്കെ, അതായത് ന്യൂക്ലിയർ ഫോഴ്സിൽ നിന്നും ഔട്ടർ ഇലക്ട്രോൺസിനെ ന്യൂക്ലിയർ അട്രാക്റ്റ് ചെയ്യുന്ന അട്രാക്ഷൻ കുറയ്ക്കുകയാണ് എന്ത്, ഇന്നർ ഇലക്ട്രോൺസ്. അതാണ് ഷീൽഡിങ് എഫക്റ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോ ഹിയർ ഒരു വളരെ വീക്കായിട്ടുള്ളൊരു FF ട്രാൻസിഷൻ നടക്കുന്നത് കൊണ്ടാണ് ഒരു നാരോ ബാൻഡ് കിട്ടുന്നത്. എന്തുകൊണ്ടാണ് അവിടെ വീക്ക് ആവുന്നതിനുള്ള കാരണം നോക്കാം. F orbitals are buried towards the nucleus and F orbital and the ligand orbital will not have any interactions. That is, the metal ligand vibration totally less. The transition is very sharp. അതായത് ഇത്രയേ ഉള്ളൂ. ന്യൂക്ലിയർ ഫോഴ്സ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ എന്താണ്, മെറ്റലും ലിഗാൻഡ് തമ്മിൽ, ദ F ഓർബിറ്റലും ലിഗാൻഡ് ഓർബിറ്റലും തമ്മിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഇൻട്രാക്ഷൻ അവിടെ നടക്കുന്നില്ല.
സോ അവരുടെ വൈബ്രേഷൻ വളരെ കുറവാണ്. സോ ഒരു നാരോ ആയിട്ടുള്ളൊരു വീക്കായിട്ടുള്ളൊരു ബാൻഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. എന്നാൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് അങ്ങനെയല്ല. ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ദ ഡി ഓർബിറ്റൽസ് ഈസ് നോട്ട് ബറേഡ് ടുവേർഡ്സ് ദ ന്യൂക്ലിയസ്. അതായത് ഡി ഓർബിറ്റലും ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂക്ലിയസ് ആൻഡ് ദി ഓർബിറ്റൽസ് ആർ ഫാർ അല്ലെങ്കിൽ ഹൈ. സോ ഇറ്റ് മേക്സ് മോർ ഇൻട്രാക്ഷൻ. അതുകൊണ്ട് തന്നെ ലിഗാൻഡും ഓർബിറ്റലും തമ്മിൽ നല്ല ഇൻട്രാക്ഷൻ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ബ്രോഡായിട്ടുള്ള ഒരു സ്പെക്ട്രമാണ് കിട്ടുന്നത്. ഇതാണ് ഒരു സ്പെക്ട്രൽ ഐഡിയാസ് എന്ന് പറയുന്നത്. ദെൻ ലാംതനൈഡ് എലമെൻസിൻ്റെ ഓർത്ത് വെച്ചിരിക്കുക, ലാംതനൈഡ് എലമെൻസിൻ്റെ സ്പെക്ട്ര എടുക്കുമ്പോൾ നാരോ ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ബാൻഡാണ് കിട്ടുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു വീക്ക് എഫ് ഓഫ് ട്രാൻസിഷൻ. അതർവൈസ് ദർ ഈസ് നോ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ എ ഓർബിറ്റൽ ആൻഡ് എ ലിഗാൻഡ്. Okay, so the vibration is totally less, the band is so narrower. But in the case of transition elements, their 4d orbitals are not buried towards nucleus. The distance between the nucleus and the orbitals are longer, so they make more interaction to the ligand orbitals, so it show a broad band. Clear analo? So this is spectral properties of lanthanides. Okay, so ഓർത്ത് വെച്ചിരിക്കുക, സ്പെക്ട്രൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ലാംതനൈഡ്സ് എന്ന് പറഞ്ഞാൽ നാരോ ബാൻഡ്, ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹയർ അല്ലെങ്കിൽ ബ്രോഡ് ബാൻഡ്. ക്ലിയർ? നെക്സ്റ്റ് വൺ, ലാംതനൈഡ് കൺട്രാക്ഷൻ. അറിയാവുന്ന കാര്യമാണ് ലാംതനൈഡ് കൺട്രാക്ഷൻ. 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഒക്കെ നമുക്ക് പഠിക്കാനുള്ള ഒന്നായിരുന്നു ലാംതനൈഡ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ദാറ്റ് the atomic as well as the ionic radii of lanthanides decreases steadily as we move from cerium to lutetium. അതായത് ലാംതനൈഡ്സിലെ സീറിയം മുതൽ ലുട്ടീഷ്യം വരെയുള്ള എലമെൻസിൽ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഏതൊക്കെ എലമെൻസ് ആണ്? സീറിയം, പ്രിസോഡിമിയം, നിയോഡിമിയം, പ്രൊമിത്യം, സമേറിയം, സിപ്രാൻപുംസും UGD, TB, ഡൈഹോ, TM, YB, LU. ഓക്കെ, സോ സീറിയം മുതൽ ലുട്ടീഷ്യം വരെ മൂവ് ചെയ്യുമ്പോൾ അറ്റോമിക് ഓർ അയോണിക് റേഡി എന്ത് ചെയ്തുകൊണ്ടിരിക്കാം? കുറഞ്ഞുകൊണ്ടിരിക്കുക, സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇതിന് കാരണം? The shrinking in the ionic size of the Ln3 plus ions with the increasing atom number is called lanthanide contraction. അപ്പോൾ ഇൻക്രീസിങ് അറ്റോമിക് നമ്പർ ആണ്. അറ്റോമിക് നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ സൈസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് സൈസ് ഷ്രിങ്ക് ചെയ്ത് വരികയാണ്. ഈ ഒരു പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് ലാംതനൈഡ് കൺട്രാക്ഷൻ. ഇനി എന്താണ് ലാംതനൈഡ് കൺട്രാക്ഷന് കാരണം? എന്തുകൊണ്ടാണ്? അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി സൈസ് കൂടേണ്ടതാണ്. ബട്ട് ഹിയർ എന്താണ് സംഭവിക്കുന്നത്? അറ്റോമിക് നമ്പർ കൂടുന്നുണ്ട്, ബട്ട് സൈസ് കുറഞ്ഞു വരികയാണ്. ദിസ് ഈസ് കോൾഡ് ലാംതനൈഡ് കൺട്രാക്ഷൻ. ദെൻ ശ്രദ്ധിക്കുക, ദ കോസ് ഓഫ് ലാംതനൈഡ് കൺട്രാക്ഷൻ. എന്തുകൊണ്ടാണ് ലാംതനൈഡ് കൺട്രാക്ഷൻ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഇറ്റ്സ് ഡ്യൂ ടു ദി പുവർ ഷീൽഡിങ് എഫക്റ്റ് ഓഫ് 4 of electrons. എന്താണ്? 4 of electronsൻ്റെ പുവറായിട്ടുള്ള ഷീൽഡിങ് എഫക്റ്റ് കാരണമാണ്. 4 of electron located in the inner shells of lanthanide elements are not very effective at shielding the outer electrons from the increasing nuclear charge as you move from one lanthanide element to next. അതായത് എന്താണ്? ഇത്ര ഓർത്ത് വെച്ചിരിക്കുക, ഒരൊറ്റ പോയിന്റ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ പുവർ ഷീൽഡിങ് എഫക്റ്റ് ഓഫ് 4 of orbital. ഓക്കെ, ഷീൽഡിങ് എഫക്റ്റ് വളരെ കുറവാണ്. ഷീൽഡിങ് എഫക്റ്റ് വളരെ കുറവാണെന്ന് പറഞ്ഞാൽ ഓർത്ത് വെച്ചിരിക്കുക, ദിസ് ഈസ് ന്യൂക്ലിയസ്, ദിസ് ഈസ് ഷെല്ലുകളാണ്. എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ ന്യൂക്ലിയസ് പിടിച്ച് ന്യൂക്ലിയസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, ന്യൂക്ലിയസും ഔട്ടർ ഇലക്ട്രോണുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് കുറയ്ക്കും ദ ഇന്നർ ഇലക്ട്രോൺസ്.
ഓക്കെ, ദിസ് ഈസ് ഷീൽഡിങ് എഫക്റ്റ്. ഷീൽഡിങ് എഫക്റ്റ് കുറയുക എന്ന് പറഞ്ഞാൽ ഇന്നർ ഇലക്ട്രോൺസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് വെരി എഫക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയർ അട്രാക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ന്യൂക്ലിയസ് വളരെ ശക്തിയായിട്ട് ഔട്ടർ ഇലക്ട്രോൺസിനെ പിടിച്ച് ആകർഷിക്കുകയാണ്. സോ അകത്തേക്ക് പിടിക്കുമ്പോഴത്തേന് സൈസ് എന്ത് ചെയ്യും? കുറയും. ന്യൂക്ലിയർ ഫോഴ്സിൽ നിന്നും ഔട്ടർ ഇലക്ട്രോണിനെ രക്ഷിക്കുവാനായിട്ട് ഇന്നർ ഇലക്ട്രോൺസിനുള്ള കപ്പാസിറ്റി കുറവാണ്. ദാറ്റ് മീൻസ് ഷീൽഡിങ് എഫക്റ്റ് കുറവാണ്. ക്ലിയർ ആണോ? അപ്പോൾ അതുകൊണ്ടാണ് ലാംബനൈഡ് കൺട്രാക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുന്ന ഒരൊറ്റ പോയിന്റിൽ വൈ അല്ലെങ്കിൽ ദ കോസ് ഓഫ് ലാംബനൈഡ് കൺട്രാക്ഷൻ, ദാറ്റ് ഈസ് ഇറ്റ് ഇസ് ഓൺലി ഡ്യൂ ടു ദ പുവർ ഷീൽഡിങ് എഫക്റ്റ് ഓഫ് 4f. ഓക്കെ, ഇലക്ട്രോണിൻ്റെ എന്താണ് ഷീൽഡിങ് എഫക്റ്റ് വളരെ കുറഞ്ഞ ആയതുകൊണ്ടാണ് ലാംബനൈഡ് കൺട്രാക്ഷൻ സംഭവിക്കുന്നത്. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ ലാംബനൈഡ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 14 എലമെൻറ്റ്സ്, അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഓക്കെ, then അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അവരുടെ മാഗ്നറ്റിക് മൊമെൻറ്റ്, അവരുടെ സ്പെക്ട്രൽ പ്രോപ്പർട്ടീസ് ആൻഡ് ലാംബനൈഡ് കൺട്രാക്ഷൻ ആൻഡ് ഇറ്റ്സ് കോസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ക്ലിയർ? യെസ്. നെക്സ്റ്റ് വൺ, ഗ്രൗണ്ട് സ്റ്റേറ്റ് ടൈം സിമ്പൽ. വെരി ഇമ്പോർട്ടൻറ്റ്, എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഗ്രൗണ്ട് ടൈം സിമ്പിൾസ്, ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ ടൈം സിമ്പിൾ ചോദിക്കുക അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ 100% ഷുവറാണ്. നോക്കാം, ഗ്രൗണ്ട് സ്റ്റേറ്റ് ടൈം സിമ്പിൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ അങ്ങ് പഠിച്ചാൽ മതി. 2s + 1 Lj അല്ലെങ്കിൽ 2s + 1 Lj. ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. 2s + 1 Lj. എസ് എന്ന് പറയുന്നത് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. ജെ എന്ന് പറയുന്നത് എന്താണ്? ഈ ജെ എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം. എൽ എന്ന് പറയുന്നത് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം. അപ്പം ടൈം സിമ്പൽ എന്ന് കേൾക്കുമ്പോഴേ ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് 2s + 1 Lj. 2s + 1 Lj എന്ന ഫോമിലായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ടൈം സിമ്പിൾസ് കണ്ടുപിടിക്കുവാനായിട്ട് പഠിക്കാം. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഡിസ്പ്രോഷ്യം 3+. ടൈം സിമ്പിൾ കണ്ടുപിടിക്കാനാണ് അടുത്ത പഠിക്കാൻ പോകുന്നത്. വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടൈം സിമ്പിൾ. ഒരുപാട് ക്വസ്റ്റ്യൻ ടൈം സിമ്പിളിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക എങ്ങനെയാണ് ടൈം സിമ്പിൾ കണ്ടുപിടിക്കുന്നത്. സോ ഒരു എക്സാമ്പിൾ പറയാം. ഇറ്റ്സ് dy3+. dy3+ എന്ന് പറയുന്നത് ഡിസ്പ്രോഷ്യമാണ്. ഏത് എക്സാമ്പിൾ വേണമെങ്കിലും എടുക്കാം, 2 എക്സാമ്പിൾ കാണിക്കാം. സോ ഡിസ്പ്രോഷ്യം 3+, dy3+. ഇറ്റ് ഈസ് 4f9 ആണ്. എന്താണ് dy3+ എന്ന് പറയുന്നത്? ഡിസ്പ്രോഷ്യം 3+ എന്ന് പറയുന്നത് 4f9 ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ടൈം സിമ്പിൾ ഫസ്റ്റ് നമ്മൾ എഫ് ഓർബിറ്റലാണ് പ്ലേസ് ചെയ്യുന്നത്. എഫ് ഓർബിറ്റൽ നമുക്കറിയാം 7 കോളംസ് ആണുള്ളത് അല്ലേ? 1 2 3 4 5 6 7. So the number is -3 -2 -1 0 1 2 3. ഓക്കെ, ഓർബിറ്റലുകൾ അതിൻ്റെ വാല്യൂസൊക്കെ എഴുതാൻ നിങ്ങൾക്കറിയാം. ഡി എന്ന് പറയുമ്പോൾ 5 ആണ് അല്ലേ? -2 -1 0 1 2 ആണ്. ഓക്കെ, പി എന്ന് പറയുമ്പോൾ 3 ആണ്, -1 0 1 ആണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ നമ്മൾ എഫ് ഓർബിറ്റിലാണ് വരച്ചിരിക്കുന്നത്. ഇതിനകത്ത് 9 ഇലക്ട്രോൺസിനെയാണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത്. 4f9 ആണ്. ഓക്കെ, സോ നമുക്ക് 9 ഇലക്ട്രോണുകളെ അറേഞ്ച് ചെയ്യാം. 1 2 3 4 5 6 7 8 9. 9 ഇലക്ട്രോണുകളെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ എഫ് ഓർബിറ്റിലും അതിൻ്റെ ഇലക്ട്രോൺസ് അറേഞ്ച്മെൻറ്റ് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ കാൽക്കുലേഷനിലേക്ക് വരുന്നത്. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എസ്, അതിൻ്റെ സ്പിന്നാണ്. സോ സ്പിൻ നോക്കാം. ഹാഫ് 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 എല്ലാം ഇവിടെ കൂട്ടാലോ.
1 2 and 2 plus half. 2 plus half എത്രയാണ്? 5/2. So the spin is 5/2. സ്പിൻ എത്രയാണ്? 5/2 കിട്ടും. ബട്ട് നമ്മളുടെ ഇക്വേഷൻ അനുസരിച്ച് എസ് അല്ല, 2s + 1lj എന്നാണ് നമ്മളുടെ ഇക്വേഷൻ. എസ് കണ്ടുപിടിച്ചു, ബട്ട് എസ് അല്ല മുകളിൽ എഴുതേണ്ടത്, 2s + 1 ആണ്. അപ്പോൾ ഇവിടെ നോക്കാം, 2 × s + 1 എന്ന് എഴുതുമ്പോൾ എങ്ങനെ കിട്ടുന്നത്? 6 കിട്ടും. ഓക്കെ, 2s + 1 എന്ന് പറയുമ്പോൾ എന്താ എഴുതുന്നത്? 6 ആണ്. സോ നമ്മളുടെ മുകൾ താഴെ കിട്ടി 6. ഓക്കെ, അടുത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എൽ വാല്യൂ. എൽ വാല്യൂ നോക്കാം. എൽ വാല്യൂ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുകയാണ്. ഓക്കെ, സോ ഇത് രണ്ട് ഫില്ലായതാണ്. -1ഉം 1ഉം കട്ടായി പോയി. ദെൻ 3 + 2 എന്ന് പറയുന്നത് 5. ഓക്കെ, എങ്ങനെ എൽ വാല്യൂ കണ്ടുപിടിക്കുന്ന അറിയാമോ? എൽ വാല്യൂ എന്ന് പറയുമ്പോൾ -1 + 0 + 1 + 2 + 3. 1ഉം 1ഉം കട്ടായി, 3 2 5. ഓക്കെ, 5 ആകുമ്പോൾ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതാണ്? 0 ആണെങ്കിൽ എസ്, 1 ആണെങ്കിൽ പി, 2 ആണെങ്കിൽ ഡി, 3 ആണെങ്കിൽ എഫ്, 4 ആണെങ്കിൽ ജി, 5 ആണെങ്കിൽ എച്ച്, 6 ആണെങ്കിൽ ഐ. ഓക്കെ, ഇങ്ങനെയാണ്. സോ ഹിയർ ഇറ്റ് ഈസ് ഐ. നമുക്ക് 6 ആണ് എൽ വാല്യൂ വന്നിരിക്കുന്നത്, അല്ലേ? സോറി, 5 ആണ് വന്നിരിക്കുന്നത്. 5 ആണ് എൽ വാല്യൂ വന്നിരിക്കുന്നത്. സോ എൽ വാല്യൂ എന്ന് പറയുന്നത്, എല്ലിൻ്റെ സിമ്പിൾ ഏതാണ്? എച്ച്. ഇനി ലാസ്റ്റ് ജെ ആണ് കണ്ടുപിടിക്കേണ്ടത്. ജെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എൽ + എസ് എൽ - എസ് ആണ്. എബോവ് ഹാഫ് ഫിൽഡ് ആണ്. ഹാഫ് ഫിൽഡിൽ കൂടുതലുണ്ടെങ്കിൽ എൽ + എക്സും, ഹാഫ് ഫിൽഡ് കുറവാണ് എങ്കിൽ എൽ - എസുമാണ് എന്ത്? ജെയുടെ വാല്യൂ. ഹിയർ എന്താണ്? എൽ വാല്യൂ ഹാഫ് ഫിൽഡിൽ കൂടുതലാണ്. കൂടുതലാകുമ്പോൾ സ്വാഭാവികമായിട്ടും എൽ + എസ് ആണ്. എൽ എന്ന് പറയുന്നത് 5 ആണ്. എസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക 5/2 ആണ്. 5/2. സോ ദ വാല്യൂ ഈസ് 15/2. Okay, so this is the time symbol of in the dysprosium 3+. ക്ലിയർ ആണോ? അപ്പം ടൈം സിമ്പിൾ കണ്ടുപിടിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് നോക്കുമ്പോൾ മനസ്സിലാവത്തില്ല, ബട്ട് കുറേ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിക്കോളും. കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ, നോക്കി പഠിക്കരുത്, ഇക്വേഷൻ വെച്ച് പഠിക്കരുത്, കാണാതെയും പഠിക്കരുത്. ഫസ്റ്റ് ഇക്വേഷൻ 2s + 1lj. 2s + 1lj എന്ന ഇക്വേഷനിലേക്ക് കൊണ്ടുവരിക. എസ് എന്ന് പറയുന്നത് സ്പിന്നാണ്. എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതിനെ ഓർബിറ്റിൽ നിർത്തി എഴുതുക. ദെൻ അതിൻ്റെ സ്പിന്ന് കണ്ടുപിടിക്കുക. ദെൻ 2 ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ ഉണ്ടെങ്കിൽ അത് 0 സ്പിന്നാണ്. അതായത് മുകളിലോട്ട് +½ ആൻഡ് -½ 0 ആണ്. സോ ഇത് രണ്ടുമില്ല. ബാക്കിയുള്ളിടത്തെല്ലാം ഹാഫ് വീതം എത്ര എണ്ണം ഉണ്ടോ എല്ലാം അവിടെ ആഡ് ചെയ്യുക. എല്ലാം അവിടെ ആഡ് ചെയ്യപ്പോൾ നമുക്ക് കിട്ടി എന്താണ്? എസ് കിട്ടി, സ്പിൻ കിട്ടി, 5/2 ആണ് കിട്ടിയത്. അപ്പോൾ അതിൽ നിന്നും 2s + 1 കിട്ടി. 2s + 1 എത്ര കിട്ടിയത്? 6 കിട്ടി. ഓക്കെ, ദെൻ ജെ വാല്യൂ, എൽ വാല്യൂ കണ്ടുപിടിക്കാം, ജെ വാല്യൂ കണ്ടുപിടിക്കാം. എൽ വാല്യൂ എന്ന് പറയുന്നത് ഈ പോയിൻറ്റ്സ്, ഈ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, വാല്യൂസ് എല്ലാം ആഡ് ചെയ്യുന്നതാണ് എൽ വാല്യൂ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ജെ വാല്യൂ എങ്ങനെയാണ്? എൽ + എസ്, എൽ - എസ്. എൽ + എസ് ആണ് എങ്കിൽ ഹാഫ് ഫീൽഡിൽ കൂടുതലാണെങ്കിൽ എൽ + എസ്, ദെൻ ഹാഫ് ഫീൽഡിൽ കുറവാണെങ്കിൽ എൽ - എസ്. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സോ ശ്രദ്ധിക്കുക, ടേം സിമ്പിൾ ഓഫ്
HO3+. ടേം സിമ്പിൾ ഓഫ് HO3+. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഫസ്റ്റ് നിങ്ങൾ അതിൻ്റെ കോൺഫിഗറേഷനാണ് അറിയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ലാന്തനൈഡ് എലമെൻറ്റ്സിനെ എന്തായാലും കൃത്യമായിട്ട് ഒന്ന് നീട്ടി എഴുതാം. സിപ്ര് ലാന്തനൈഡ് എലമെൻറ്റ്സിനെ നിർത്തി എഴുതി സിപ്ര് ആൻഡ് പുംസും UGD TB ഡൈഹോർട്ടിയം വൈബിലും. ഓക്കെ, സോ അതിൻ്റെ കോൺഫിഗറേഷൻ 4 of 2, 4 of 3, 4 of 4, 4 of 5, 4 of 6, 4 of 7, 0 ആണ്, 2 ആണ്. ഓക്കെ, 2, 3, 4, 5, 6, 7, 8, 9, 4 of 10, 4 of 11, 4 of 12, 4 of 13 ഇങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ, ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങൾ ലാന്തനൈഡ് എലമെൻറ്റ്സിനെ കൃത്യമായിട്ട് നിരത്തി എഴുതുക. അതിനുശേഷം അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൃത്യമായിട്ട് അതിൻ്റെ സൈഡിൽ എഴുതുക. എങ്കിൽ മാത്രമേ, ഇപ്പോൾ ഹോൾമിയോ ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതാൻ പറ്റൂ. സോ 1, 2, 3, 4, 5, 6, 7, 8, 9. ഹോഫ്മിയം വരുന്നത് 4 of 10 ആണ്. ക്ലിയർ ആണല്ലോ? എന്നാൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ ഗ്രൗണ്ട് ടൈം സിമ്പിൾ ഓഫ് HO3+ ബ്രാക്കറ്റ് 4 of 10 എന്ന് തരും. ചില ക്വസ്റ്റ്യനുകളിൽ അങ്ങനെ തരാം, ചില ക്വസ്റ്റ്യനുകളിൽ തരത്തില്ല. സോ തന്നില്ല എങ്കിൽ നമ്മൾ വിഷമിക്കരുത്. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, കണ്ടെത്തുക. സോ HO എന്ന് പറയുന്നത്, ഹോൾമിയം എന്ന് പറയുന്നത് 4 of 10 ആണ്. ഇനി നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ F10 ആണ് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ 2s+1 LJ ഫോമിലോട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ് ടൈം സിമ്പിളിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ആ ഇക്വേഷൻ ഒന്ന് മേലിലോട്ട് എഴുതാം. 2s+1 LJ ഇതിലോട്ടാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. 10 ഇലക്ട്രോൺസ് ഉണ്ട്. ഓർബിറ്റിൽ വരയ്ക്കാമല്ലോ. 10 ഇലക്ട്രോൺസ്. -3, -2, -1, 0, 1, 2, 3. ഓക്കെ, ഇലക്ട്രോൺസ് 1, 10 ഇലക്ട്രോൺസ് ഉണ്ട്. 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, സോ നമുക്ക് അടുത്ത് നോക്കാം. S വാല്യൂ എന്ന് പറയുന്നത് സ്പിൻ ഹാഫ് 4 ഹാഫ്. അപ്പോൾ എത്രയാണ്? 2. 2s+1 എന്ന് പറയുമ്പോൾ അപ്പോൾ എത്രയാണ്? 2 × 2 + 1 = 5. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് പറയുന്നത്, അപ്പം നമുക്ക് 2s+1 ഈ വാല്യൂ കിട്ടി. എത്രയാണ്? 5. ഓക്കെ, ഇനി നമുക്ക് കിട്ടേണ്ടത് L വാല്യൂ എന്ന് പറയുന്നത് ഇതെല്ലാം ഫില്ലാണ്. സോ 0 + 1 + 2 + 3 എത്രയാണ്? 3, 5, 1, 6. സോ 6 ആണ്. സോ 6 കറസ്പോണ്ട് ടു ഏതാണ്? 0 എന്ന് പറയുന്നത് S, 1 എന്ന് പറയുന്നത് P, 2 എന്ന് പറയുന്നത് D, 3 എന്ന് പറയുന്നത് F, 4 എന്ന് പറയുന്നത് G, 5 H, 6 I. സോ L വാല്യൂ കിട്ടി, ഇറ്റ്സ് I. ഇനി നമുക്ക് J വാല്യൂ മാത്രം കിട്ടിയാൽ മതി. J എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പാർഷ്യലി ഫിൽഡ് എബോവ് ആണ്, അല്ലേ? 7 അല്ല, 10 ഇലക്ട്രോൺസ് ഉണ്ട്. സോ L+S ആണ്. L+S എന്ന് പറയുമ്പോൾ L വാല്യൂ എന്ന് പറയുന്നത് 6 പ്ലസ് S വാല്യൂ എന്ന് പറയുന്നത് 2. സോ ഇറ്റ്സ് 8. ഓക്കെ, സോ ദ J വാല്യൂ ഈസ് 8. സോ the ground state time symbol of HO3+ എന്ന് പറയുന്നത് 5I8. ക്ലിയർ ആണ്? അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടൈം സിമ്പിൾ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിരിക്കുക, എക്സാമിന് ചോദിക്കാം. ക്ലിയർ? യെസ്.